ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഓണം കളക്ഷൻ പാർട്ട് 2 ആണ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് സാരീസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത ഇതിൽ കുറച്ച് ടൈ ആൻഡ് ഡൈ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുന്ന സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിരുന്നോളൂ. അപ്പോൾ ഇന്ന് ഇത് കാണിക്കാം. നല്ല ഭംഗിയുള്ള സെറ്റ് സാരീസാണ്. കാരണം കൂടുതലും നമുക്ക് സെറ്റ് സാരീസിനാണ് എൻക്വയറി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സെറ്റ് സാരീസാണ് കൂടുതൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് സാരി വന്നിട്ടുള്ളത് ഇതേപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള, ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ, പ്യുവർ കോട്ടൺ ആണ്. ഈ പണ്ട് ഒരു ടൈപ്പ് കോട്ടൺ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒതുങ്ങില്ല, അങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കും. പക്ഷേ ഇപ്പോഴത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ. ഉടുക്കാൻ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഏത് ഏജുകാർക്കായാലും നല്ല സൂട്ടായിരിക്കും കേട്ടോ. നമ്പർ 1 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടിയെടുക്കാൻ മറക്കരുത്. ഞാൻ പതുക്കെ ഒന്ന് നിവർത്തിയിട്ടുണ്ട്, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാ കണ്ടോ, ഫുൾ ഇതേപോലെ, അതായത് ഒരു സിമ്പിളായിട്ടുള്ള ചെക്ക് ലൈൻ പാറ്റേൺ, ഒരു ഡബിൾ ലൈൻ പാറ്റേൺ, ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെയും പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നല്ലൊരു ഗോൾഡൻ ബൂട്ട വീവിങ്ങിലാണ് കേട്ടോ എല്ലാതും വന്നിട്ടുള്ളത്. ആ ഒരു ബൂട്ടാസ് വന്നിട്ടുള്ളത് പ്രിൻ്റ് അല്ല, ഇത് വീവിങ് ആണ്. കണ്ടോ, നല്ല നീറ്റായിട്ടുള്ളൊരു വർക്കാണ്. ഉടുത്തു കഴിഞ്ഞാൽ ഗ്രാൻഡ് ലുക്കായിരിക്കും. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത, ഇതിന് ബ്ലൗസ് വിത്ത് ബ്ലൗസ് ഉണ്ട്, റണ്ണിങ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതേപോലെ ബോർഡറും ബൂട്ടാസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു സെയിം പാറ്റേൺ ഇട്ടിട്ട് പിന്നെ ഒരു കോൺട്രാസ്റ്റ് കളർ ഓർണമെൻറ്റ്സ്, പാലയ്ക്കോ നാഗപടോ കാശുമാലയോ അങ്ങനെയൊക്കെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. അതല്ല, നിങ്ങൾക്കിപ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളർ ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. കണ്ടോ, നല്ലൊരു ക്രീം ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ. ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത് കേട്ടോ. പല്ലു ഇങ്ങനെ റണ്ണിങ് ആയിട്ട് വന്നിട്ട് ഇതേപോലെ കണ്ടോ, നല്ല ഭംഗിയുള്ള ലൈൻ പാറ്റേൺ വരുന്നുണ്ട്. ഇത് ഞാൻ ഫുള്ള് നിവർത്തണില്ല, കാരണം ഇതിൻ്റെ ആ ഫോൾഡിങ് പോവണ്ട, നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തണമല്ലോ, അതുകൊണ്ടാണ്. കണ്ടോ, ഇതേപോലെയാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1533 ആണ്, 1533 കേട്ടോ. 1533 ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ലിമിറ്റഡ് സ്റ്റോക്കാണ്, അത് മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത സാരി കണ്ടാലോ. എല്ലാവർക്കും കണ്ടു മനസ്സിലായി എന്ന് വിചാരിക്കണം. ഫുൾ ബോഡി ഇതേപോലെ കേട്ടോ. ഇത് ഉടുത്ത് വരുമ്പോൾ നല്ല ക്ലാസ് ലുക്കായിരിക്കും. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം. അടുത്തത് സാരി നമ്പർ 2 ആണ്. ഇതൊക്കെ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ ലേറ്റസ്റ്റ് ട്രെൻഡായിട്ടുള്ള സംഭവങ്ങളാണ്. എല്ലാം നല്ല സൂപ്പർ ക്ലാസ് കളക്ഷൻസാണ്. കണ്ടോ, നമ്പർ 2 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് കേട്ടോ. ഒരു ലീഫ് സ്റ്റൈൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിലിതാ കണ്ടോ, പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. ഇതും നമുക്ക് ഓർണമെൻറ്റ്സൊക്കെ സെറ്റ് ചെയ്യാൻ സൂപ്പറാണ്. മാത്രമല്ല, ഇതിലത്തെ ഈ 2 കളറ് ബ്ലൗസ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പെയർ ചെയ്യാം. പിങ്ക് ആണെങ്കിലും പച്ചയാണെങ്കിലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും. ഫുൾ ബോഡി ഇതേപോലെ, ബോർഡർ ഇതേപോലെ വരുന്നത് കേട്ടോ. ഇതിലിങ്ങനെ ഒരു ലൈൻ പാറ്റേൺ പോകുന്നുണ്ട്. ഇപ്പോൾ ലൈൻ പാറ്റേൺ ഭയങ്കര ഇന്നായി നിൽക്കുന്ന സംഭവമാണ്, ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനത്തെ നോക്കിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇതേപോലെ നമ്മൾ വിഷു കളക്ഷനിൽ കൊണ്ടുവന്നിട്ടുള്ള ഒന്നും ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടില്ല, എല്ലാം പുതിയ കളക്ഷനാണ്. ഇതേപോലെയാണ് കേട്ടോ. ഫുൾ ബോഡി ഇങ്ങനെയാണ്. ഇത് ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഈ പല്ലു അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷനാണ്. നല്ല ബിഗ് ഡിസൈൻ വരുമ്പോൾ ആ പല്ലു നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ. ഇതും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. നമുക്ക് ഉടുത്ത് കഴിഞ്ഞാൽ ഇത് ഇത്തിരി ഗ്രാൻഡ് ലുക്ക് കിട്ടുന്ന സംഭവമാണ്. കാരണം ഒരു ഗോൾഡൻ ലൈൻ പാറ്റേൺ പോകുന്നുണ്ട്, ഈ ഒരു കളർ കോമ്പിനേഷനും പാറ്റേണും പോകുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ബ്ലൗസ് ഇങ്ങനെ ഒരു ലൈൻ പാറ്റേൺ വിത്ത് ബോർഡറാണ് വരുന്നത്. ബ്ലൗസിൽ ആ ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്നില്ല കേട്ടോ. അപ്പോൾ ബോഡി ഫുൾ അങ്ങനെ വരുമ്പോൾ ബ്ലൗസിലും കൂടി ആയി കഴിഞ്ഞാൽ അതൊരു ക്രൗഡഡ് ആയിട്ട് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരിക. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്.
കണ്ടോ, ഞൊറിഞ്ഞെടുക്കാനും മൺലെയറിലായിട്ട് ഇടാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ. ഇതേപോലെ വരും, ഒരു ക്ലാസ് എലഗൻ ലുക്കുള്ള സാരിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ വിത്ത് ബ്ലൗസ് ട്രൈ ചെയ്യാം, ഈ ഒരു 2 കളറിൽ വരുന്നത് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഗോൾഡൻ ടിഷ്യൂ ബ്ലൗസ് ട്രൈ ചെയ്യാം. ഇതിൻ്റെ കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സും ആണെങ്കിൽ നമുക്ക് ഇതിപ്പോൾ കാണിക്കണതെല്ലാം കോളേജിലേക്കും സ്കൂളിലേക്കും ഓഫീസിലേക്കും എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് ഓണം സെലിബ്രേഷന് വേണ്ടി ഉടുത്തുപോയാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1435 ആണ്, 1435 കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ഡിസൈൻ കണ്ടാലോ. അടുത്തത് ഇതാ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഇതും ഒരു ലൈൻ പാറ്റേൺ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ലൈൻ ഇപ്രാവശ്യത്തെ ഭയങ്കര ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് പല്ലു പോർഷനാണ്, അതിലാണ് ഈ നല്ലൊരു ഗോൾഡൻ ബോർഡർ വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ സ്കാലപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ പല പല കളറുകൾ വെച്ചിട്ടാണ്. അപ്പോൾ ഈ സാരിയിൽ നല്ലൊരു ഡാർക്ക് മെറൂൺ, ഒരു ബർഗണ്ടി ആ ഒരു ഷെയ്ഡിൽ വരുന്ന ത്രെഡ് വെച്ചിട്ടുള്ള സ്കാലപ്പാണ് കേട്ടോ. സാരിയിൽ ഇങ്ങനെ ഈ ഒരു സ്കാലപ്പ് ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് ഉടുത്ത് വരാൻ വേണ്ടിയിട്ട്. ബോഡിയിൽ ഫുൾ കണ്ടോ ലൈൻ പാറ്റേൺ, ഗോൾഡൻ ലൈൻ പാറ്റേൺ ആണ്. നിങ്ങൾക്കത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇതിൻ്റെ ഭംഗി എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒരു സ്കാലപ്പ് ഡിസൈൻ സാരിയിലുടനീളം ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉടുത്ത് വരുമ്പോൾ എങ്ങനെയുണ്ടാവും, നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വിത്ത് ബ്ലൗസ് ലൈൻ പാറ്റേൺ വിത്ത് ബോർഡറാണ്. ഇതിൽ ബ്ലൗസിൽ സ്കാലപ്പ് ഡിസൈൻ വരുന്നില്ല കേട്ടോ. കണ്ടോ, ഞൊറിഞ്ഞൊക്കെ ഉടുത്ത് വരുമ്പോൾ ഇവിടെയും ആ ഒരു സ്കാലപ്പ് ഡിസൈൻ സിമ്പിളാണ്, അതേസമയം ക്ലാസ് എലഗൻ ലുക്കാണ് കേട്ടോ. ഇതും കോട്ടണിൽ തന്നെയാണ് വരുന്നത്. കാരണം നമുക്ക് കോട്ടൺ സാരിക്കാണ് ഒരുപാട് എൻക്വയറി. ടിഷ്യൂ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കോട്ടനാണ്. പല്ലു ഇതാ ഇങ്ങനെയാണ് കേട്ടോ, ഗോൾഡൻ ബോർഡറും ഇങ്ങനൊരു ഇത്തിരിയും കൂടെ വലിയൊരു ലൈനും വരുന്നുണ്ട്. ഇതിൻ്റെ എൻ പോർഷനിൽ ആ സ്കാലപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു എൻ പോർഷനാണ് ഇങ്ങനെ. ഇവിടെ നമ്മൾ ആ മടക്കി അടയ്ക്കുന്ന സ്ഥലമാണല്ലോ, അപ്പോൾ ഇവിടെ വരെ നല്ല ഭംഗിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ്. റേറ്റ് വരുന്നത് 950 ആണ് കേട്ടോ. ഇത് പക്ഷേ ഒരു സാമ്പിൾ പീസസ് ആയിട്ട് ആണ് വന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് വളരെ കുറച്ച് പീസസ്സാണുള്ളത്. പിന്നെ ഇതിൻ്റെ എൻക്വയറി അനുസരിച്ച് നമുക്ക് ഇത് റീസ്റ്റോക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. പിന്നെ എൻക്വയറി ചെയ്യുമ്പോൾ ആലോചിച്ച് അങ്ങനെയൊക്കെ നിന്ന് സാവധാനം വരുമ്പോഴത്തേനും എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, അവൈലബിൾ ആണെന്ന് പറഞ്ഞ ഉടനെ തന്നെ പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക. അപ്പോഴാണ് സാരി പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സ്കാലപ്പിൻ്റെ ആ ഒരു ഷേപ്പിലും ഡിഫറൻസ് ഉണ്ടാവും, ആ ഒരു ത്രെഡിൻ്റെ കളറിലും ഡിഫറൻസ് ഉണ്ടാവും. അതാണ് ഇനി കുറച്ച് പീസസ് അങ്ങനെയാണ് വരുന്നത്. ഇതാ കണ്ടോ, നല്ല ഭംഗിയാണ്. ഉടുത്ത് വരുമ്പോൾ ഇതിന് ആപ്റ്റായിട്ടുള്ള നല്ല ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് വരികയാണെങ്കിൽ അടിപൊളി ലുക്കായിരിക്കും. റേറ്റ് വരുന്നത് 950 ആണ് കേട്ടോ. അടുത്തത് സാരി നമ്പർ 4 ആണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സംഭവം തന്നെ, പക്ഷേ സ്കാലപ്പിൽ ഇതിൽ ഡാർക്ക് ഗ്രീനാണ്. ഇതേപോലത്തെ ഒരു സ്കാലപ്പ് ഡിസൈനാണ് വന്നിട്ടുള്ളത് ബോർഡേഴ്സിൽ. ഇനി ഇത് കോട്ടൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നമുക്ക് ഇതൊരു പ്രോസസ്ഡ് കോട്ടൺ മെറ്റീരിയൽ പോലെയാണ്. അപ്പോൾ നമുക്ക് ഇത് ഉടുക്കുമ്പോൾ ഒരു സെമി സിൽക്ക് സാരി ഉടുക്കണം അതേപോലെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ് കണ്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്, നല്ല ഭംഗിയാണ്. ആ ഒരു പാറ്റേൺ ഡിസൈൻ കണ്ടോ, സ്കാലപ്പ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് കേട്ടോ ബോഡിയിൽ വന്നിട്ടുള്ളത്. പിന്നെ ആ നേരത്തെ കണ്ട ഒരു ലൈൻ, തിന്നൊരു ലൈൻ പോകുന്നുണ്ട്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബോഡി ഫുൾ അങ്ങനെയാണ്. പല്ലൂൽ ഇതേപോലെയാണ് വരുന്നത്. ബ്ലൗസും ആ ലൈൻ വിത്ത് ബോർഡറാണ്. ബ്ലൗസിൽ ഈ ഒരു സ്കാലപ്പ് ഡിസൈൻ വരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ സെയിം ബ്ലൗസ് ഇടാം, അല്ലെങ്കിൽ ഈ ഒരു സ്കാലപ്പിൽ വരുന്ന കളർ ഏതാണോ, ഇതിനിപ്പോൾ ഗ്രീനാണ്, അങ്ങനെ ഗ്രീൻ ബ്ലൗസിൻ്റെ കൂടെ എല്ലാവരുടെയും കോമൺ ആയിട്ട് ഒരു ഗ്രീൻ സിൽക്ക് ബ്ലൗസ് അല്ലെങ്കിൽ സിൽക്ക് കോട്ടൻ്റെ ഒക്കെ കാണും. കോട്ടൺ ആയാലും കുഴപ്പമില്ല, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. റേറ്റ് സെയിം ആണ്, 950. അടുത്തത് നമ്പർ 5 ആണ്. ഇതും മെറൂണാണ്. ആ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈൻ നേരത്തെ കാണിച്ച മെറൂണിനേക്കാളും ഡിഫറെൻ്റ് ആണെന്ന് മാത്രം കേട്ടോ. നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ എൻക്വയറിയുടെ സമയത്ത് നമുക്ക് അവൈലബിലിറ്റി പറയാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. ഇതാ കണ്ടോ, ഇതേപോലെയാണ് വരുന്നത്. ബാക്കിയൊക്കെ സെയിമാണ്. ആ ഒരു ലൈൻ പാറ്റേൺ
വിത്ത് ബ്ലൗസാണ് സെയിം റണ്ണിങ് വരുന്നത്. നിങ്ങൾക്കിതിൻ്റെ കൂടെ അത് ഇടാം, അല്ലെങ്കിൽ ഈ ഒരു സ്കാലപ്പിൽ കാണുന്ന മെറൂൺ കളർ ബ്ലൗസ് ഇടാം. ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. ഞാനിനി കൂടുതൽ ഓപ്പൺ ചെയ്യണില്ല, ഇത് മാത്രമല്ലേ കാണിക്കാനുള്ളൂ. കണ്ടോ, ഇങ്ങനെ വരും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഞൊറിഞ്ഞെടുത്താലും സൂപ്പറായിരിക്കും. റേറ്റ് 950. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത കളറ് കാണാം. അടുത്തത് ദാ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ലൈറ്റ് ഗ്രീനാണ് സ്കാലപ്പ് ഡിസൈൻ വരുന്നത്. നമ്പർ വരുന്നത് നമ്പർ 6 ആണ്. കണ്ടോ, ആ ഒരു ഡിസൈൻ കണ്ടോ, ഇതേപോലെയാണ് കേട്ടോ. ആ സ്കാലപ്പിൻ്റെ ഡിസൈൻ വരുന്നത് ഓരോന്നിലും ഓരോരോ ഡിസൈനാണ്. കളറ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇതേപോലെ വരുന്നത് ഇങ്ങനെ ഉണ്ടാവും. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ്. കണ്ടോ, കളറ് വരുന്നത് ലൈറ്റ് ഗ്രീനാണ് കേട്ടോ. നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അടുത്തത് ദാ ഇതേപോലെ ഡാർക്ക് ഗ്രീനാണ് കേട്ടോ. അതിങ്ങനെ ഈ ഒരു പാറ്റേണിലുള്ള സ്കാലപ്പാണ് വന്നിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെയാണ് വരുന്നത്. പല്ലു പോർഷൻ ഇതേപോലെ വരും. ബ്ലൗസൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് ഗ്രീൻ കളറിലുള്ള സ്കാലപ്പ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇതേപോലെയാണ് കേട്ടോ. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇനി അടുത്ത ഡിസൈൻ. റേറ്റ് ഇതിൻ്റെയൊക്കെ സെയിം ആണ്, 950 ആണ് കേട്ടോ. അടുത്തത് നമ്പർ 8 ആണ്. അതിൻ്റെയും ഇതൊരു നല്ലൊരു റെഡിഷ് മെറൂണാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ആ സ്കാലപ്പിൻ്റെ ഒരു ഡിസൈനിലുള്ളൊരു വ്യത്യാസം. അതാണ് ഞാൻ എല്ലാത്തിനും സെപ്പറേറ്റ് നമ്പർ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിയൊക്കെ സെയിം ലൈൻ പാറ്റേൺ ബ്ലൗസ്. എല്ലാത്തിൻ്റെയും 950 ആണ് റേറ്റ്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത് സ്കാലപ്പ് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്, ഇങ്ങനെ ഒതുങ്ങി കിടക്കണതാണ്. ഒട്ടും സ്റ്റാർച്ച് ഇല്ലാത്ത ഒരു മെറ്റീരിയലാണ് കേട്ടോ. കോട്ടണിൽ തന്നെയാണ്, പക്ഷേ പ്രോസസ്ഡ് കോട്ടൺ ആയതുകൊണ്ടാണ് ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് നമ്പർ 9 ആണ്. ഇതും ഒരു മെറൂൺ തന്നെയാണ്. നേരത്തെ കാണിച്ച ഡിസൈനിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ നമ്പർ മാറ്റി ഇട്ടിട്ടുള്ളത്. കണ്ടോ, നല്ല ഡാർക്ക് മെറൂൺ. ഇത് ഉടുത്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയുക കേട്ടോ. ഞാനിതിനെല്ലാം നിവർത്തണില്ല, കാരണം ഇത് നോർമൽ സാരീസ് ആക്കണ പോലെയല്ല. ഇത് ഈ ഒരു കളറും ഒലഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. അത് കണ്ടോ, നല്ല സൂപ്പറായിരിക്കും കേട്ടോ ഉടുത്ത് വരുമ്പോൾ. അടുത്തത് സാരി നമ്പർ 10 ആണ്. ഇത് പല്ലു പോർഷനാണ് കേട്ടോ. നല്ല ടാസിലൊക്കെ വന്നിട്ട് നല്ല പ്യുവർ കോട്ടൺ സംഭവമാണ്. ഇത് ശരിക്കും ഒരു കോട്ടൻ്റെ ഫീലൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ, ഇങ്ങനെ ഫുൾ ഈ ഒരു ടെമ്പിൾ ഡിസൈനാണ് വരുന്നത്. ടെമ്പിൾ ഡിസൈനും ഇപ്രാവശ്യത്തെ ഒരു ഗംഭീര ഹിറ്റായിട്ട് ഓടുന്ന സംഭവമാണ്. കണ്ടോ, ഇങ്ങനെയാണ് വരിക. ഇത് വീഡിയോയിൽ എത്ര ഇതിൻ്റെ ഭംഗി അറിയുന്നുണ്ടെന്ന് അറിയില്ല. കണ്ടോ, പല്ലു ഇങ്ങനെ ഒരു റെഡിഷ് മെറൂൺ ഗോൾഡനും ഇങ്ങനെ ലൈനായിട്ട് വരുന്നത്. അപ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. കണ്ടോ, രണ്ട് സൈഡിലും ഇതേപോലെ വരുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു എൻഡിൽ ആ ഒരു കുഞ്ഞ് ബീഡിങ് പോലത്തെ ബോർഡർ വന്നിട്ടുണ്ട്. അതൊരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട്. ഒരു ഡാർക്ക് ഒരു മെറൂൺ അങ്ങനത്തെ ഒരു കളറ്. കണ്ടോ, ഞൊറിഞ്ഞെടുത്താലും വൺലെയറിലൊക്കെ ആയിട്ട് എടുത്ത് അടിപൊളിയായിരിക്കും. പിന്നെ ഇത് അയൺ ചെയ്ത് പ്ലീറ്റ്സൊക്കെ എടുത്താൽ ഇങ്ങനെ ഉടുത്ത പോലെ നിൽക്കുന്ന സാരി ഇല്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇത് ഫുള്ള് റണ്ണിങ് ആയിട്ട് തന്നെയാണ് സാരി വരുന്നത്. വിത്ത് ബ്ലൗസ് റണ്ണിങ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ സ്ലീവ്സിലും ഈ ഒരു സംഭവം വരും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഈ സ്ലീവിൽ നിൽക്കണ രീതിക്ക് തന്നെ ഈ ഒരു ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട്. ഇത്തിരി കൂടുതലായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ അത് കാണാൻ ബ്ലൗസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പല്ലൂലത്തെ ഈ ഒരു റെഡിഷ് മെറൂൺ എല്ലാവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ആ ഒരു ബ്ലൗസ് വെച്ചിട്ടും പെയർ ചെയ്യാം. ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി ഓർണമെൻറ്റ്സും നല്ല ജുംക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല. സൂപ്പറായിരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ്. ഈ ഭംഗി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2562 ആണ്, 2562 ആണ് കേട്ടോ. നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന സെറ്റ് സാരിയാണ്. നല്ല ഗോൾഡൻ കണ്ടോ ടെമ്പിൾ ഡിസൈൻ വിത്ത് ഈ ഒരു ബോർഡർ ടാസിലൊക്കെ വരുന്ന സൂപ്പർബായിട്ടുള്ള സാരിയാണ്. റേറ്റ് 2562, 2562 ആണ് കേട്ടോ. ഇനി ഇതിൻ്റെ തന്നെ വേറൊരു ഇതേ ബോർഡറിൽ
കളറ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന സംഭവമുണ്ട്, അതും കൂടെ കാണാം. അടുത്തത് നമ്പർ 12 ആണ്. കണ്ടോ, ഇതിൻ്റെ പല്ലൂൽ ഇതേപോലെ വരുന്നത് നല്ല പ്യുവർ കോട്ടണിൽ തന്നെയാണ് വരുന്നത്. ഈ ഒരു ടെമ്പിൾ ഡിസൈൻ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇതൊക്കെ കണ്ടോ, ഇങ്ങനെ നല്ല ഭംഗിയാണ്. ഒരു ട്രയാങ്കിൾ ഇതിലാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി അറിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സൈഡിൽ ഇതേപോലെ കുഞ്ഞൊരു ഗ്രീൻ ബോർഡർ പോകുന്നുണ്ട്. ഇതിൻ്റെയും റേറ്റ് സെയിം ആണ്, 2562 ആണ് കേട്ടോ. ബ്ലൗസ് റണ്ണിങ് ആയി തന്നെയാണ് വരുന്നത്. അപ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവിലും ഈ ഒരു സംഭവം വരും. നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ഗ്രീൻ ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്യാം. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. 2562, 2562 വരുന്നത്. നല്ല ഭംഗിയുള്ള സംഭവമാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇതെന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു സാമ്പിൾ പോലെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിന് ഇനി എൻക്വയറി വരുന്നതിനനുസരിച്ച് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക, എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. വാട്സപ്പ് നമ്പർ വരുന്നത് 8304823244 ആണ്. ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല. ഒരുപാട് പേര് കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അതിൽ വിളിച്ചാൽ കിട്ടില്ല. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ എൻക്വയറി ചെയ്യാം, പർച്ചേസ് ചെയ്യുക കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണണവും നേരിട്ട് കാണണവും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള കളക്ഷൻസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.